പടച്ചറബേ, എന്റെ മോന്റെ കല്യാണം പെട്ടെന്ന് ശരിയാക്കി തരണേ പടച്ചോനെ. അടയ്ക്കാൻ വെത്തിലെ ഒന്ന് എടുത്തുകൊണ്ട് താടേ, ഒന്ന് പെട്ടെന്ന്, തീരെ വയ്യ. അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി. അപ്പാടെ അപ്പങ്ങളോരോ താരം, അരയിൽ ചുമന്ന് വരുന്നമ്മായി. വെല്ലിമ്മച്ചിന്റെ ഒരു പാട്ട് ഇപ്പൊ വരാം വെല്ലിമ്മ. അടയ്ക്കാൻ വെത്തിലേ എല്ലാം ഞാൻ ഇപ്പൊ എടുത്തു തരാം. എത്ര നേരമായി അൻസി നിന്നെ വിളിക്കുന്നു. ഒന്ന് നിനക്ക് പെട്ടെന്ന് പറഞ്ഞതനുസരിച്ചാൽ എന്താ? ഒന്ന് വേഗം വാ. എന്റെ വെല്ലിമ്മച്ചി, എത്ര നേരമായി ഞാൻ പറയുന്നു, ഈ വണ്ടി ഒന്ന് കഴുകിയിട്ടത്, ഞാൻ ഇപ്പൊ വരാം. ഇത് പിന്നെ ഞാനല്ലാതെ വേറെ ആര് കഴുകാനാ? ആ പശുക്കൾ ഇങ്ങനെ കരയുന്നത് കേൾക്കണില്ലേ അൻസി? അവറ്റിന് കുറച്ച് പുല്ലും വായിക്കോളും എന്തേലും ഒന്ന് ഇട്ട് കൊടുക്കേ. വെല്ലിമ്മച്ചിന്റെ മോളല്ലേ, മോളൊക്കെ തന്നെ. പട്ടേലാണെങ്കിൽ പുല്ലുമില്ല. ഞാനിവിടെ വേറെ പണിയിലല്ലേ വെല്ലിമ്മച്ചി. ഈ വണ്ടി ഒന്ന് കഴുകിയിട്ട് എല്ലാം ഞാൻ ചെയ്തോ. അതുവരെ ഒന്ന് മിണ്ടാതെ നിൽക്കേ. ഇതെന്നും കഴുകിയിട്ടില്ലെങ്കിലേ നല്ല വഴക്ക് പറയും. എനിക്കാണെങ്കിൽ തീരെ വയ്യാത്ത പോലെ തോന്നുക. ഷുഗർ എങ്ങാനും കുറഞ്ഞോ? എനിക്കിത്തിരി കട്ടൻ ചായ ഉണ്ടാക്കി താ അൻസി മോളെ. അടുത്ത പണി ഞാൻ എല്ലാം ചെയ്യണ്ട വെല്ലിമ്മച്ചിയെ. ഞാൻ ഇതൊന്ന് ഫുള്ളാക്കട്ടെ. ബൈക്ക് ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തോളാം. പറയുമ്പോ ഒന്നും അനുസരിക്കരുത്, അങ്ങനെ തന്നെ ശീലിച്ച. ഇപ്പൊ ഞാൻ എല്ലാം റെഡിയാക്കി തരാം. ഇതൊന്ന് കഴിയട്ടെ. വെല്ലിമ്മച്ചി മോളും തമ്മിൽ എന്തൊക്കെയാ പറയുന്നേ? നല്ല അടികൂടിയിരിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ. എന്തൊരു ചൂടാണെന്നറിയോ? ഹോ, സഹിക്കാനാവുന്നില്ല. അൻസിയെ, കുറച്ച് വെള്ളം കുപ്പിയിലും എടുത്തോണ്ട് വാ. ദാഹിച്ചിട്ട് ഒരു രക്ഷയുമില്ല, പെട്ടെന്ന്. അവളുടെ അടുത്ത് നിനക്ക് ഇപ്പൊ ചായ കിട്ടിയത് തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഏത് ഭാഗത്തുനിന്നാണ് അവള് നോക്കുന്നില്ല. അല്ലാതെ പെൺകുട്ടി തന്നെ. നിങ്ങളിങ്ങനെ എപ്പോഴും അൻസിയെ അൻസിയെ എന്ന് വിളിച്ചോണ്ട് നടന്നിട്ടാ. ഞാൻ പറഞ്ഞ അവള് പെട്ടെന്ന് കേൾക്കും. നോക്കിക്കാ. ഞാനിത് ചെറിയൊരു പണിയിലാ. ബൈക്ക് കേക്ക് തയ്യാറായി. ഇത് ഫുള്ളാക്കിയാ പിന്നെ എനിക്ക് അങ്ങോട്ട് വരാലോ. മാമ ഒന്ന് ക്ഷമിക്കും മാമ. അത് കഴിഞ്ഞു ഇപ്പൊ വരാം. ഇപ്പൊ എങ്ങനെയുണ്ടടാ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? അവളനുസരിക്കത്തില്ല. കുപ്പിയിൽ വെള്ളം നിറച്ചല്ലോ. ഇപ്പൊ കൊണ്ടുതരാവേ. ഒരൊറ്റ മിനിറ്റ്. വന്നല്ലോ. വെല്ലിമ്മച്ചി എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അതൊന്നും മാമൻ കേക്കേ വേണ്ട. എപ്പ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പണി എന്നോണ്ടിരിക്കും. എനിക്ക് മടുത്ത മാമ. എപ്പ നോക്കിയാലും ഈ വീട്ടില് പണിയോട് പണി. മാമൻ എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നേ? എന്തെങ്കിലും കൊണ്ടുവരാതെ മാമൻ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ എനിക്കറിയാം. എന്താ മാമ മാമന്റെ കയ്യിലിരിക്കുന്നേ? ഉള്ളതാ മാമ കുടിച്ചോ. ആ പിന്നെ ഇതെന്റെ മാമനാ, കുഞ്ഞമാമന്. അപ്പുറത്തിരിക്കുന്നത്